ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെനച്ച മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കറിക്ക് ചെനച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ അതായിരിക്കും കറിക്ക് ടേസ്റ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെനച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഈ കറിക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞതാണ് കേട്ടോ. നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്ന ആ ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ നമ്മളിതിനകത്തേക്ക്, ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയും സവോളയും പച്ചമുളകും ഒക്കെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് ഉപ്പ് ആവശ്യമുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ കൂടെ തന്നെ നമ്മളതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കറിക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കേണ്ടതുണ്ട്. ഒരുപാട് എരിവോട് കൂടിയ കറിയല്ല, അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ ഒരു കുറച്ച് മതി. ഞാനൊരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ മുളക് പൊടിയുടെയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്കിതിനകത്തേക്ക് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയിൽ, ഒരുപാട് നീണ്ടു കിടക്കുന്ന കറിയിൽ, ഒഴിച്ച് കറി എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ വിചാരിക്കും ഒരുപാട് ചാറോട് കൂടിയ കറിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഒന്ന് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിനകത്തേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് നമ്മളൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുമേ. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരണ്ടിയ തേങ്ങയുടെ പാൽ ഞാൻ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയൊരു ചാറ് മതി കേട്ടോ. നമുക്ക് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ചും കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ എണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും കൂടിയിട്ട് മൂപ്പിച്ച് നമ്മളിത് താളിച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.